Thank you so much, Mr. Pleasant Powerthal, for your lovely words of welcome. All right, everyone, as we continue this wonderful evening, it's time to hear from someone who has been instrumental in shaping the vision and journey of IAPC. Our next speaker is the driving force behind this organization, the person whose passion, dedication, and leadership helped bring IAPC to life and grow into the vibrant community it is today. ഇപ്പോൾ IAPC ഫൗണ്ടർ ചെയർമാൻ ശ്രീ ജിൻസ് മോഹൻ സക്കറിയായ ഇൻട്രൊഡക്ടറി സ്പീച്ചിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. IAPCയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ പരിപാടിയെക്കുറിച്ചുമുള്ള ഒരു ലഘു വിവരണം അദ്ദേഹം നമുക്ക് ഇപ്പോൾ നൽകുന്നതാണ്. Good evening. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ഓണർ ഷാജിൻ സ്കറിയ, ഹ്യൂസ്റ്റണിലെ പ്രമുഖരായ സാംസ്കാരിക സംഘടനയുടെ നേതാക്കന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്നിവിടെ ഈ പരിപാടി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരെയും പോലെ തന്നെ എനിക്കും വലിയ സംശയമുണ്ടായിരുന്നു. കാരണം ഷാജിൻ്റെ വീഡിയോ അനൗൺസ് ചെയ്തതിലൂടെ തന്നെ ഷാജിന് ഇത്രമാത്രം ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്കയിലും കാനഡയിലും നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അനവധി കോളുകൾ വന്നു. അപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഇത് ഷാജിനോട് ഇത് അനൗൺസ് ചെയ്യേണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് ഈ പ്രോഗ്രാം നമുക്ക് നടത്താം. അപ്പം ഇതിൻ്റെ പുറകിൽ ഇപ്പം ബ്ലസൻ പറഞ്ഞതുപോലെ ബ്ലസൻ്റെ ഒരു 2 വർഷത്തെ ഒരു താല്പര്യമുണ്ട്. ഇപ്പം ഷാജിൻ്റെ വിസയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാട്ടിലെ ഷാജിനെ എങ്ങനെയാണ് ഈ സർക്കാർ എത്രമാത്രമാണ് ബുദ്ധിമുട്ടിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിറങ്ങിയാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ നിന്ന് ഇപ്പോൾ ഓരോ ഷോ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലെ കോൺസുലേറ്റിലേക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കോള് പോകുന്നത് ആ ഷോയ്ക്കെതിരെ പരാതികളുമായിട്ടായിരിക്കും. ആര് ഷോ പ്രൊമോട്ട് ചെയ്യുന്നു, അപ്പോൾ അവിടെ അമേരിക്കൻ കോൺസുലേറ്റ് അതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്നത് എത്രമാത്രം പരാതി കിട്ടുന്നു അതനുസരിച്ചാണ് അവർക്ക് വിസ കൊടുക്കുന്നത് തന്നെ. അത്ര പരാതി ഉണ്ടെന്നുള്ളതാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ഒരു സംഭവം ഇവിടെ പലർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. ന്യൂയോർക്കിൽ എല്ലാവരും മലയാളി, നമ്മുടെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ ഒരു സംഘടനയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ നാട്ടിലാണ്. അപ്പോൾ മക്കൾ നിർബന്ധം പിടിച്ചു ആദ്യ ഭാര്യനെ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പം കൊണ്ടുവരാനായിട്ടുന്ന സംഗതി വിസ എല്ലാം കൊടുത്തു വന്നു. അദ്ദേഹം ഈ പലതവണ ഇത് എതിർത്തു, വരണ്ട എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിനെ നോക്കി ഈ വളരെ എളുപ്പമുള്ള പരിപാടിയുണ്ട്. പുള്ളി ഫോൺ എടുത്ത് നേരെ ഇവിടുത്തെ FBI സെല്ലിൽ സംഗതി റിപ്പോർട്ട് ചെയ്തു. അത് തീവ്രവാദ ബന്ധമുള്ള ഒരു സ്ത്രീ ഖത്തർ എയർവേസിൽ ഇന്ന സമയത്ത് ഇവിടെ വരുന്നുണ്ടെന്നുള്ളത്. അപ്പം ആ പാവപ്പെട്ട സ്ത്രീ നമ്മുടെ JFK എയർപോർട്ടിൽ വന്നിറങ്ങുന്നു, ന്യൂയോർക്കിൽ വന്നിറങ്ങുന്നു. അമേരിക്കയിലെ സിസ്റ്റം അറിയാമല്ലോ, വളരെ കാര്യമായിട്ട് ഇവിടെയുള്ള എല്ലാ ലോ എൻഫോഴ്സ്മെന്റും അവരെ കാര്യമായിട്ട് സ്വീകരിച്ചു. ഒരു ഇന്റർനാഷണൽ റൂമിൽ കൊണ്ട് ഇരുത്തുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു. 7 മണിക്കൂർ അവരെ ചോദ്യം ചെയ്തു. 7 മണിക്കൂർ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി, FBIക്ക് മനസ്സിലായി സംഗതി ഇത് കാര്യമുള്ള കേസൊന്നുമല്ല. അവരൊരു പാവപ്പെട്ട സ്ത്രീ, അവർക്ക് തീവ്രവാദം എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫോൺ വിളിച്ച് നമ്മൾ പഴയ ബാലഗംഗാധര സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഫോണിൽ ടൗണിൽ ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ FBI കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം വീടിന്റെ ഫ്രണ്ടിൽ 3-4 കറുത്ത വണ്ടിക്ക് വന്നു. ആളെ കൊണ്ടുപോയി വീക്കെൻഡിലാണ് അറസ്റ്റ് ചെയ്തത്. ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ്. പലർക്കും അറിയാനുണ്ട്, ഇത് നമ്മുടെ കഥ പറയണതല്ല, ഇത് ഇവിടുത്തെ പത്രങ്ങളിൽ വന്നൊരു ന്യൂസാണ്. അതുകൊണ്ട് ഞങ്ങൾ അമേരിക്കൻ മലയാളികളെ ഒന്നും ചെറുതായിട്ട് കണക്കാക്കരുത്. അപ്പം ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിദഗ്ധമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഷാജിനോർക്കും ഞങ്ങൾ എന്തുകൊണ്ട് പബ്ലിസിറ്റി കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറയുന്നതിന്റെ കാരണം ഇതൊക്കെയാണ്. അത് വളരെ സൂക്ഷിച്ചാണ്. കാരണം നമ്മൾ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമാന്മാരാണ്. എവിടെയാണ് എങ്ങനെയാണ് നമുക്കിതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ എന്നെ ഇപ്പോൾ IAPCയുടെ അതിനെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ പറയാനാണ് എന്നെ വിളിച്ചത്. ഷാജിനും ഞങ്ങളും ഒരേ പ്രശ്നമാണ് നേരിടുന്നത്. ഞങ്ങൾ ഇൻഡോ അമേരിക്കൻ പ്രശ്നം 2013 നമ്മൾ തുടങ്ങി. ഞങ്ങൾ ഇപ്പോൾ 350ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഏകദേശം 14ഓളം ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം ശശികലയുടെ എല്ലാ ആൾക്കാർക്കും തന്നെ അറിയായിരിക്കും. അപ്പം ആ ഒരു സംഘടന, ഞങ്ങളിത് മലയാളികളുടെ മാത്രം സംഘടനയല്ല, ഞങ്ങളുടെ 1/3 മെമ്പേഴ്സ് നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണ്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ 350 മെമ്പേഴ്സ്, 14 ചാപ്റ്റർ, കാനഡയിൽ 4 ചാപ്റ്റർ, ഇവിടെ 10 ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററുകളെല്ലാം നമ്മൾ നോർത്ത് ഇന്ത്യക്കാർ സൗത്ത് ഇന്ത്യ, പക്ഷേ ഈ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യയും കൂടെ ഒന്നിച്ചു പോയി എന്നുള്ള കാര്യം നമുക്ക് പ്രായോഗികമായിട്ട് മനസ്സിലായി.
ഷാജൻ എന്ത് നേരിടുന്നു ആ പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ ഈ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്. കാരണം നമുക്ക് നരേന്ദ്രമോദിജിനെ എന്ന് പറഞ്ഞ പേര് കേട്ടാൽ തന്നെ നമുക്ക് മലയാളികൾക്ക് പൊതുവെ ഞാൻ കോമൺ ആയിട്ട് കേട്ടതാണ് അതിന് ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഈ ഗ്രൂപ്പിലെ എല്ലാ ചാപ്റ്ററിന്റെയും ഗ്രൂപ്പിലുണ്ട്, ഗ്രൂപ്പിൽ തല്ലോട് തല്ലാണ്. അപ്പൊ നമുക്ക് ഈ സംഘടന നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ രാഷ്ട്രീയ ഞങ്ങളുടെ 2-3 ചാപ്റ്ററുകൾ തന്നെ ഡിസോൾവ് ആയിപ്പോയി. ഇത് വലിയ പൊളിച്ച് ഇപ്പം 2019 ഇവിടെ ഹ്യൂസ്റ്റണിൽ വെച്ച് ഞങ്ങളുടെ കോൺഫറൻസ് നടക്കുമ്പോൾ ഈ നാട്ടിൽ നിന്ന് നമ്മളൊരു പത്രപ്രവർത്തകരെ കൊണ്ടുവരും. ഈ പത്രപ്രവർത്തകർ പൊതുവെ ഒരു SFI ചായയുള്ള സഹാക്കന്മാരാണ് പത്രപ്രവർത്തകർ. എല്ലാവരും അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 90% പത്രപ്രവർത്തകർക്കും ഇടതുപക്ഷ ചായവുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് രാംദാസ് വന്നോന്ന് അറിയത്തില്ല, നിങ്ങളൊന്നും വന്നോന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ വലിയ വിഷയം ഉണ്ടായി. കാരണം എല്ലാവർക്കും ഒരു കാര്യമുള്ളൂ, പ്രൈം മിനിസ്റ്ററിനെ ചീത്ത വിളിക്കുക. പക്ഷെ അതിനെ കുറിച്ച് നമ്മുടെ അടുത്ത് ഇവിടെ വിളിച്ച് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജിന് ആ ഒരു BJPയുടെ ഉള്ള ലീനിയന്റ് പ്രോ BJP ആണെന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് പൊതുവെ ഇവിടെ പരാതിയായിട്ടിരിക്കുന്നത്. അല്ലാതെ ആ ഒരു വിഷയമില്ല. ആ സെയിം പ്രശ്നം ഞങ്ങൾ തന്നെ കൊണ്ടുവരികയാണ്. അപ്പൊ ഞങ്ങള് ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയം ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഈ മലയാളി മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ 350 മെമ്പേഴ്സിൽ ഈ മലയാളികൾ എല്ലാവരും മാധ്യമ പ്രവർത്തനമൊന്നുമല്ല. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വളരെ സക്സസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് മാധ്യമങ്ങൾ ആവശ്യമാണ്. പത്രങ്ങൾ വേണം, ചാനലുകൾ വേണം, മാഗസിൻസ് വേണം. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് വേണം നമ്മുടെ സക്സസ്. അപ്പൊ ഇത് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ 3 പ്രിന്റ് പബ്ലിക്കേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ വന്നു കഴിയുമ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ 5.25 ലക്ഷം മലയാളികളുണ്ട്, അല്ലെങ്കിൽ 1,20,000 കുടുംബങ്ങളുണ്ടെങ്കിൽ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 1,20,000 പേരും ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലയൻസ് ആണ്. നമ്മുടെ എല്ലാവരും വീട്ടില് നമ്മുടെ ഒരു വെഡിങ് ആനിവേഴ്സറി വരും, നമ്മുടെ കുട്ടികളുടെ ഒരു ഇത് വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് അറിയിക്കണം വേണം. ഞാനിവിടെ ഒരു 25 പ്രിന്റ് പബ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3-4 ഉള്ളൂ. കാരണം ആ കാലഘട്ടം പോയി. അപ്പൊ പറയും പക്ഷെ അതിൽ നാട്ടിലിരുന്ന് നമ്മുടെ അമേരിക്കൻ പൊളിറ്റിക്സ്, അമേരിക്ക രാഷ്ട്രീയം ഒത്തിരി യൂട്യൂബ് ചാനലുകളുണ്ട്. ആ യൂട്യൂബ് ഷാജൻ ഓൾറെഡി ഒരു NRI ആണ്. ഷാജൻ മലയാളി. ഷാജനൊരു ഈ 15-16 വർഷം മുമ്പ് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നമ്മളൊക്കെ ഓർത്തു ഷാജനൊരു വിദേശത്തുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്ത് ചാനൽ മറ്റേ മറുനാടൻ എന്നുള്ളൊരു പേര് അത് ക്ലിക്ക് ആവുമോ, അത് ബ്രാൻഡ് വരുമോ എന്നുള്ളതാണ്. ഇപ്പൊ ഷാജൻ മാസം 30 ലക്ഷം രൂപ മേടിക്കുന്നുണ്ട്. കാരണം ഇന്ന് മനോരമയെക്കാളും വ്യൂവർഷിപ്പ് 2 വ്യൂവർഷിപ്പ് ഷാജന്റെ ചാനലുണ്ട്. ഷാജനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്നത് അത് മനോരമയുടെ 2 ആൾക്കാരാണ്. ഒരു 200,000 ആൾക്കാർ ഇതിന്റെ ഓവേഴ്സിൽ കാണും. അത്രമാത്രം റീച്ച്. ഇത് ഷാജന്റെ ഒരു കഠിനാധ്വാനം കൊണ്ടും പ്രവർത്തനം കൊണ്ടും മാത്രം ഷാജൻ നേടിയെടുത്ത ഒരു നേട്ടമാണ്. ഷാജന് 2023 ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ്ബ് മീഡിയ എക്സലൻസ് അവാർഡ് കൊടുത്ത് ആദരിച്ചിരുന്നു. 10-13 വർഷത്തെ അവാർഡ് ആർക്കെങ്കിലും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇതിന് ചെറിയ എതിർപ്പുകളൊക്കെ വരാറുണ്ട്. ഇന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുന്നു. പക്ഷെ ഷാജന്റെ അവാർഡ് ഡിക്ലെയർ ചെയ്തു. ബ്ലസനാണ് എന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതിഭീകരമായി എതിർപ്പായിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം എതിർത്തു. പക്ഷെ നമ്മള് IAPCക്ക് ഒരു കാര്യമുണ്ട്, എതിർപ്പ് എത്രമാത്രം വരുന്നു അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ആ സ്ഥാനത്ത് മാറിയില്ല. അപ്പം ഷാജൻ ഇവിടെ വന്ന അമേരിക്കൻ മലയാളികളോട് സംസാരിക്കാനായിട്ട് ഈ കാണിച്ച ഒരു ഒരു സന്തോഷത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അമേരിക്കൻ മലയാളികളുടെ പേര് പറയുന്നു. വളരെ പെട്ടെന്ന് 2 ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഹ്യൂസ്റ്റണിലുള്ള പല ആൾക്കാരെയും വിളിക്കാനോ അല്ലെങ്കിൽ സമയത്ത് അറിയിക്കാനോ പറ്റിയില്ല. ഞങ്ങൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്നത് കൊണ്ട് ഷാജനിൽ നിന്ന് ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ ഈ പറയാൻ പറ്റില്ല, ബുദ്ധിമാന്മാരായ മലയാളികളായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇനിമേ ഷാജൻ ഇവിടെ വന്നു. അമേരിക്കൻ മലയാളികൾക്ക് നമ്മൾ ഇത് കഴിഞ്ഞ് ഷാജന്റെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. ഷാജന്റെ നമ്മളോടുള്ള ഒരു സംവേദനവും അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാം. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഒരു കാര്യവും നമുക്ക് ഷാജനെ വിടാതെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാതെ പോകരുത്. കാരണം അഭിപ്രായം അനുകൂലിക്കുന്ന ആൾക്കാരും ഇപ്പം ബ്ലസൻ പറഞ്ഞതുപോലെ ഒരു വൺ സൈഡഡ് അല്ല, എതിർക്കുന്ന ഒത്തിരി ആൾക്കാരുമുണ്ട്. അപ്പൊ അതിനും ഷാജൻ കൃത്യമായിട്ട് മറുപടി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഷാജന് പ്രത്യേകം നന്ദി. താങ്ക് യു.